ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിനുള്ളിൽ ഭിന്നത രൂക്ഷം. രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ ജില്ലയിൽ നിന്ന് തന്നെയുള്ള പരിചയസമ്പത്തുള്ള നേതാക്കളിൽ ഒരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിലെയും ജില്ലാ നേതൃത്വത്തിലെയും മറ്റൊരു വിഭാഗത്തിന്റെ ആവശ്യം. ഇരു വിഭാഗങ്ങളും ആവശ്യങ്ങൾ കെപിസിസി നേതൃത്വത്തെ അറിയിച്ചു. ഇതുവരെ തങ്ങളുടെ കൈകളിൽ ഒതുങ്ങാതിരുന്ന ചേലക്കര ഇക്കുറി തിരിച്ചുപിടിക്കാനുള്ള ശ്രമം അനൌദ്യോഗിക സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ കൂടി കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു. ഒപ്പം ചേരിപ്പോരും. സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളിൽപ്പെട്ട നേതാക്കൾ ഇരു വിഭാഗങ്ങളായി തിരിഞ്ഞാണ് സ്ഥാനാർത്ഥികൾക്കായി വാദിക്കുന്നത്. മുൻ MP രമ്യ ഹരിദാസിന് വേണ്ടി വാദിക്കുന്നത് പ്രമുഖ നേതാക്കളിൽ ചിലർ തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ K രാധാകൃഷ്ണന് 5000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ഉണ്ടായിരുന്നത്. രാധാകൃഷ്ണൻ വോട്ട് ചെയ്ത ചേലക്കരയിലെ ബൂത്തിലും പഞ്ചായത്തിലും കൂടുതൽ വോട്ട് നേടിയത് രമ്യയാണ്. നേരത്തെ ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഷാനിമോൾ ഉസ്മാൻ നിയമസഭയിലേക്ക് വിജയിച്ചു കയറിയതും രമ്യയെ പിന്തുണയ്ക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ തോറ്റ സ്ഥാനാർത്ഥിയെ വീണ്ടും മത്സരിപ്പിക്കരുതെന്നാണ് മറുവിഭാഗത്തിന്റെ ആവശ്യം. തൃശൂർ ജില്ലയിൽ നിന്ന് തന്നെയുള്ള പരിചയസമ്പന്നരായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. തൃശൂരിൽ നിന്ന് തന്നെയുള്ള നേതാക്കളായ DCC ജനറൽ സെക്രട്ടറി KV ദാസൻ, മുൻ KPCC സെക്രട്ടറി NK സുധീർ എന്നിവരുടെ പേരുകളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇതിനിടെ ചേലക്കരയിലെ മുൻ UDF സ്ഥാനാർത്ഥിയും VK ശ്രീകണ്ഠൻ MPയുടെ ഭാര്യയുമായ KA തുളസി, KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ എന്നിവരുടെ പേരുകളും ചർച്ചയിൽ നിൽക്കുന്നുണ്ട്. ഇതിനോടകം 30-ലധികം പേരാണ് നേരിട്ടുമല്ലാതെയും സ്ഥാനാർത്ഥിത്വത്തിനായി KPCC നേതൃത്വത്തെ സമീപിച്ചിട്ടുള്ളത്. സ്ഥാനാർത്ഥി ആരായാലും 4 മാസത്തിനിടെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ പലകുറി മണ്ഡലത്തിൽ മുന്നൊരുക്ക ചർച്ചകൾ നടന്നു കഴിഞ്ഞു. ഹരിമോഹൻ, മീഡിയ 1, തിരുവനന്തപുരം.